ഹായ്, വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ. നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് എണീച്ച്. പക്ഷേ ഞാൻ പല്ലേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് കെട്ടി ഒന്ന് ക്രീമൊക്കെ ഫേസിൽ തേച്ച് വരുമ്പോൾ നമ്മുടെ ആശയുടെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നാളെ നമുക്ക് എഗ് ബിരിയാണി ഉണ്ടാക്കാമെന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് 2 ദിവസം ചോറുണ്ടായി, 3-ാമത്തെ ദിവസം ചോറാകുമ്പോൾ നമുക്ക് മടുക്കില്ല. അപ്പോൾ ഇടയിലൊരു ദിവസം നമുക്ക് അവർക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നത് അനുവായിട്ട് അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ വരാനാണ് ഞാൻ കെട്ടിപിടിക്കുമ്പോൾ അനുവായിട്ട് അറിയണത് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെയാണോ ചോദിച്ചാൽ ഞങ്ങൾ വീഡിയോയ്ക്കോ ക്യാമറയ്ക്കോ ഒന്നും വേണ്ടിയിട്ടില്ല. ഞങ്ങൾ രാവിലെ എണീച്ചു വന്ന് ആദ്യം ഞങ്ങളൊന്ന് ജസ്റ്റ് കെട്ടിപിടിച്ചൊരു ഉമ്മയൊക്കെ വെച്ചതിന് ശേഷമാണ് ഞങ്ങളുടെ വീട്ടിലെ പണികൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ കേട്ടോ. അത് നമ്മൾ അതിന് വീഡിയോയിൽ എടുക്കാറില്ല എന്ന് മാത്രം, ജസ്റ്റ് ഇന്ന് ഞാനതൊന്ന് കവർ ചെയ്തു തന്നിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ ഒന്നും ഇങ്ങനെയാണ് വന്ന് ഇതിന്. അപ്പോൾ ഒരു കമൻറ്റ് നാളെ ഇൻസ്റ്റയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ചേട്ടന് എന്താ പണിയൊന്നുമില്ല, എപ്പോഴും റൊമാൻറ്റിക്കാണല്ലോ എന്ന്. ചേട്ടന് പണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭാര്യനെയും മക്കളെ സ്നേഹിക്കാൻ പ്രത്യേകിച്ച് സമയമൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ, സ്വന്തം ഭാര്യയല്ലേ. അപ്പോൾ ഞങ്ങളെ ഇപ്പോഴത്തെ സ്നേഹവും ഇപ്പോഴത്തെ ജീവിതം മാത്രം നിങ്ങൾ കാണുള്ളൂ. 20 വർഷം ഒരു പ്രവാസിയുടെ ഭാര്യയായിട്ട് ജീവിച്ച വ്യക്തിയാണ് ഞാൻ. ഞങ്ങളുടെ നല്ല പ്രായവും നല്ല നല്ല സമയങ്ങളും നല്ല നല്ല നിമിഷങ്ങളും നല്ല നല്ല ഒരുപാട് ജീവിതങ്ങളും അത് ഒരു പ്രവാസിയായ ആൾക്കാരോട് പറഞ്ഞാൽ അവരെ ഭാര്യയ്ക്കായാലും ഭർത്താവിനും അവർക്ക് അറിയായിരിക്കും. അല്ലാത്തവർക്ക് നോക്കുമ്പോൾ അത് അറിയില്ല ആ ഒരു ലൈഫ് എങ്ങനെയാണെന്ന്. അത് 20 വർഷത്തോളം ഞാൻ അനുഭവിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ജീവിതം ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചിട്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു, ഒരുപാട് നോർമൽ എല്ലാവരുടെ ജീവിതത്തിലെ പോലെയുള്ള പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും കാര്യങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിലും അതൊക്കെ ഒരു വശം. പക്ഷേ ഞങ്ങൾ അത് ആദ്യം അനിയേട്ടൻ ഇതുപോലെ എന്നിട്ട് എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അനിയേട്ടൻ എനിക്ക് മൂക്കടഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട്. ഉണ്ണോളെയും കൊണ്ട് ഡോക്ടറെ അടുത്ത് വന്ന് നിൽക്കുക. അപ്പോൾ ഞാൻ കാറിൽ നിന്നിട്ട് വീഡിയോ ഡബ് ചെയ്യാം കേട്ടോ. അനിയേട്ടനെ കുണുക്കിനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടാൾക്കും ചെറുത് കുണുക്കെന്ന് പോയെങ്കിലും കുണുക്കിനൊന്ന് ചെറുതായിട്ട് ഭയങ്കര തുമ്പലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അലർജി പ്രശ്നം ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അവർക്ക്. അങ്ങനെ കഴിഞ്ഞാൽ 2 കുട്ടിപ്പട്ടാളങ്ങൾ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൺ ഓഫ് ചെയ്താട്ടോ. അപ്പോൾ ഇപ്പോൾ ഞങ്ങളെ കിട്ടിയ ഞങ്ങൾ നല്ല നല്ല നിമിഷങ്ങളും നല്ല നല്ല സമയങ്ങളൊക്കെ സന്തോഷിക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതിനായിട്ട് പണ്ട് ഇതുപോലെ തന്നെയായിരുന്നു, എന്തെങ്കിലും ചെറിയ ക്യാഷിൻ്റെ പ്രശ്നമോ കാരണം ഒന്ന് ടെൻഷൻ അടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ എനിക്കറിയാം. അപ്പോൾ ഞാൻ പിന്നെ അതിനോട് ഞാൻ പറഞ്ഞു, നമ്മൾ എന്ത് പ്രശ്നങ്ങളോ കാര്യങ്ങളോ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സ്നേഹിക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ജീവിച്ചു തുടങ്ങാം എന്ന് വെച്ചാൽ നടക്കുന്നത്. എന്താ വെച്ചാൽ ഈ ജീവിതാവസാനം വരെ ഒരു സാധാരണക്കാരുടെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ അവസാനം വരെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കില്ല. നമ്മുടെ പോലെ സാധാരണക്കാരുടെ കൂടുതലും കാശിൻ്റെ പ്രോബ്ലങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ അതില്ലാത്തൊരു കാലഘട്ടം എന്തായാലും ഉണ്ടാവില്ല. അത് നമ്മുടെ സാധാരണക്കാരുടെ ലൈഫിലുള്ളതാണ്. അപ്പോൾ അതും എല്ലാം കഴിഞ്ഞ് നമുക്ക് സ്നേഹിക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ജീവിതം തുടങ്ങി. അതൊന്നും നമ്മുടെ ലൈഫിൽ നടക്കില്ല. അപ്പോൾ അതൊക്കെ ഒരു വഴിക്ക് പോട്ടെ, നമ്മളുള്ള കാലമൊക്കെ നമുക്ക് സന്തോഷിച്ചും ചിരിച്ചും കളിച്ചൊക്കെ നടക്കാമെന്ന് വെച്ചിട്ട്. അങ്ങനെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എഗ് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ കോഴിമുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പോയത് ബിരിയാണി അരി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ 2 ഗ്ലാസ് ബിരിയാണി അരിക്കുള്ളതാണ് ഉണ്ടാക്കുന്നത്. എന്താ വെച്ചാൽ ഉണ്ണികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വന്നിട്ട് കഴിക്കുകയാണെങ്കിലും രാത്രി കഴിക്കുകയാണെങ്കിലും അങ്ങനെ ഉണ്ണികൾക്ക് മാത്രമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു മിക്സിയിലെ ജാറെടുത്ത് ഒരു 3 ഉണ്ടമുളക്, നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. എനിക്ക് തുണ്ട് ഇഞ്ചിയും ഒരു 5-8 കുഞ്ഞ് വെളുത്തുള്ളി കേട്ടോ. അപ്പോൾ അതൊന്ന് ചതച്ചു. പിന്നെ നമ്മളത് ഈ കുക്കർ വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട്, നെയ്യൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് വയ്ക്കട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ നെയ്യ് ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്ന ഒരു 3 ടീസ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചിട്ടു. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മതി. ഉന്നോട് മുന്തിരി ആണെങ്കിൽ എടുത്ത് കളയാം. അപ്പോൾ ഞാൻ മുന്തിരി എടുത്തില്ല. അണ്ടിപ്പരിപ്പ് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് കഴിച്ചേ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചതക്കണതിൽ 4 അണ്ടിപ്പരിപ്പ് ഇട്ട് ചതച്ച് കൊടുത്താൽ അതിനാകുമ്പോൾ അതും അവരുടെ വയറ്റിലേക്ക് ചെന്നോളും. അങ്ങനെ ഒരു സൈഡിലേക്ക് സബോള വറക്കാട്ടും ഒരു സൈഡിൽ അണ്ടിപ്പരിപ്പ് വറക്കാട്ടും കേട്ടോ. അപ്പം നമ്മൾ എന്താ വെച്ചാൽ രാവിലെ നേരം എന്ന് വെച്ചാൽ ഇതൊക്കെ തിരക്കുള്ള നേരമല്ല. അപ്പോൾ ഈ 2 കാര്യം നമുക്ക് ഒഴിവാക്കാവുന്നതുള്ളൂ കേട്ടോ, നമുക്ക് നിർബന്ധമില്ല. അപ്പം ഞാൻ വീഡിയോക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കുമ്പോൾ നല്ലൊരു ഭംഗി കാര്യങ്ങളൊക്കെ വേണ്ടി വെച്ചിട്ട് ജസ്റ്റ് വറുത്തു. അതൊക്കെ അന്വേട്ടം എല്ലാം ചെയ്ത് തരാൻ നമുക്ക് അതിനായിട്ട് സമയങ്ങൾ പോകണില്ല കേട്ടോ. എല്ലാം അന്വേട്ടം അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ സബോള കുഞ്ഞ് പീസ് സബോള വറുത്ത് കോരുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ബിരിയാണിയുടെ മുകളിൽ ജസ്റ്റ് ഒന്നിട്ട് കൊടുത്താൽ ആ ബിരിയാണിക്ക് ആ വറുത്ത സബോളയുടെ നല്ലൊരു സ്മെല്ല് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സബോള വറുക്കുന്നത്. അത് നിർബന്ധമൊന്നുമില്ല, അതിൻ്റെ അതില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ, കഴിക്കണമെങ്കിൽ ഒരു വിഷയമില്ല. പക്ഷേ നമ്മളല്ലേ ചില ശീലങ്ങൾ നമ്മൾ ശീലിച്ച് പോയി നമുക്കത് വേണമെന്നൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ടാക്കുമ്പോൾ അത്രേ ഉള്ളൂ, അത് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഞാൻ സബോള ഒന്ന് ജസ്റ്റ് കുഞ്ഞൊരു പീസാട്ടോ അത് വറുത്ത് കോരിയാണ് എടുത്തു, അണ്ടിപ്പരിപ്പും വറുത്ത് കോരി എടുത്തു കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ഇടാൻ പോകുന്നത് 2 ഒരു മീഡിയം സൈസുള്ള സബോള ആദ്യം
ഒരു 2 ഏലക്കായ, തുണ്ട് പട്ട, 2 ഗ്രാമ്പു, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ അതിലേക്ക് 2 മീഡിയം സൈസ് വലിപ്പമുള്ള സബോളയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അതിട്ടതിന് ശേഷം അതൊരു 3/4 വശം വാടി കിട്ടണം കേട്ടോ. അതിനേക്കാൾ മുന്നേ തന്നെ നമുക്കതൊന്ന് പകുതി വാടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് ചതച്ചിട്ട് കൊടുക്കട്ടെ. അപ്പോൾ എരിവിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കട്ടെ. ഇവിടെ ഉണ്ണികൾക്ക് എരിവ് ആവശ്യമുള്ളതുകൊണ്ടാണ്. നല്ല ഉണ്ടമുളകാണ് കേട്ടോ, നല്ല എരിവുള്ള മുളകാണ് കേട്ടോ, അത് നല്ല എരിവാണ്. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഇട്ടുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ മുളകും പൊടി ചേർക്കണില്ല കേട്ടോ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്ക് എരിവ് പച്ചമുളകിൻ്റെയും കുരുമുളക് പൊടി തരിയുണ്ട് കേട്ടോ. എന്നിട്ട് അപ്പോൾ അതിലൊന്നും അടയ്ക്കണം കേട്ടോ, വണ്ടി പോകേണ്ട ശബ്ദം നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഡോക്ടറൊക്കെ കാണിച്ചിട്ട് ഇപ്പോൾ വീടെത്തിയിട്ട് ഞങ്ങൾ ഡോക്ടറെ കാണിച്ച് വീടെത്തിയതിന് ശേഷം വീണ്ടും ഡബ്ബി ഞാൻ കിടന്നു എന്നുള്ളൂ കേട്ടോ. ഇനി അത് ജസ്റ്റ് ഒന്ന് വാടി വരുന്നവരേക്കും നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഈ നേരത്തൊക്കെ വാതിൽ തുറന്നിടുമ്പോഴേക്കും കൊതുക് കയറിയിട്ട് നല്ല കുത്തുന്നത്, സൂചി കയറുന്ന പോലെ കൊതുക് കുത്തണം. അങ്ങനെ അതൊക്കെ നന്നായി അങ്ങോട്ട് അപ്പോൾ ഇത് നന്നായി ഒന്ന് വാട്ടി വരട്ടെ. എന്നിട്ട് ഞാൻ വീണ്ടും വീഡിയോ ഓണാക്കട്ടെ. അതിങ്ങനെ കുറേ നേരം ആകുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കില്ലേ. പക്ഷെ നമുക്കുണ്ടല്ലോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് ഈ ഒരു എഗ് ബിരിയാണി. ഉണ്ണികൾക്കാണെങ്കിലും ഭയങ്കര സന്തോഷം. നമ്മുടെ കുട്ടിക്കാലഘട്ടത്തിലും അങ്ങനെ ഉണ്ടല്ലോ, അമ്മ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി. പക്ഷെ നമ്മുടെ കുട്ടിക്കാലത്തൊന്നും ഇങ്ങനെ ബിരിയാണി ഒന്നും ഉണ്ടാക്കി തന്നിരുന്നില്ല കേട്ടോ. അന്നൊന്നും അങ്ങനെ എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാനാ തോന്നുന്നു. എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കി വ്യക്തി ഞാനാട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞിട്ടതിന് ശേഷം ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചതിന് ശേഷം കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടിക്കാലഘട്ടത്തിൽ ആ ഒരു ഭാഗ്യം കാരണമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും കുണിക്കുമാതിരി വാതിലടച്ചാൽ അല്ലെങ്കിൽ വല്ല കൊതു കയറും. നമ്മുടെ കുട്ടിക്കാലത്തായാലും എൻ്റെ അമ്മ ഡെയിലി ഫുഡ് ഇങ്ങനെ എന്നും ചോറൊന്നുമല്ല കേട്ടോ, ഇന്ന് വെള്ളയപ്പം. അമ്മ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ വെള്ളയപ്പം കടലക്കറി ഉണ്ട് കേട്ടോ. അതും അല്ലെങ്കിൽ ഇഡ്ഡലി, അല്ലെങ്കിൽ ദോശ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചോറ്, അങ്ങനെ മാറി മാറി ഓരോ ദിവസം അങ്ങനെ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നിരുന്നത്. അങ്ങനെ നമ്മൾ ഇഞ്ചിരി വെളുത്തുള്ളിയുടെ ഒക്കെ കൊത്തു മാറി വരുമ്പോഴേക്കും നമുക്കൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണോടത്തോളം മല്ലിപ്പൊടി കേട്ടോ. അതിട്ടതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോടത്തോളം ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ട് ബിരിയാണി മസാല ആരെങ്കിലും ഉണ്ടെങ്കിൽ ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അത് യൂസ് ചെയ്യാറില്ല, ഞാൻ കുറച്ച് ഗരം മസാല പൊടിയാണ് ഇട്ട് കൊടുത്തിട്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോടത്തോളം കുരുമുളക് പൊടി ഇട്ട് കറക്റ്റ്. ഒരുപാട് എരിവ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കാർത്തൂനടക്കം ഇന്നലെ കഴിച്ചിട്ടുണ്ട്, അങ്ങനെ എരിവൊന്നുമില്ല. കറക്റ്റ് ആ റൈസിലേക്ക് പാകമാണ്. ഈ അളവുകളൊക്കെ 2 ഗ്ലാസ് അരിക്കാണ് ഞാൻ ചെറിയൊരു കുക്കർ ഇട്ടോ. സത്യം പറഞ്ഞാൽ നെസ്റ്റോയിൽ ഒരു ഓഫറിൽ മേടിച്ച കുക്കറാണ് കേട്ടോ. പക്ഷേ ബിരിയാണിയൊക്കെ വയ്ക്കാൻ നല്ലതായിട്ട് ഇങ്ങനെ കുണ്ടുള്ളതാണെങ്കിൽ നമുക്കിങ്ങനെ മസാലയൊക്കെ കൂട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷേ ഇങ്ങനെ പരന്നൊരു കുക്കറിൽ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാട്ടോ, എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കാനൊക്കെ. അങ്ങനെ 2 കുഞ്ഞിയ തക്കാളിയിൽ അതും അരിഞ്ഞത് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇത് നന്നായിട്ടാണ്ട് അപ്പുറത്ത് 3 ഗ്ലാസ് വെള്ളം, അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ഇതായിട്ട് ഞാൻ ജീരകശാല അരിയണുണ്ട്. അപ്പോൾ അപ്പുറത്ത് ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തിളച്ചപ്പോൾ അത് ഓഫ് ചെയ്തിട്ടുണ്ട്, ചൂടായ വെള്ളം കേട്ടോ. പിന്നെ ഈ മസാല നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ സ്റ്റീലിൻ്റെ കുക്കർ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പിടുത്തം വരും. അപ്പോൾ നന്നായി ഇങ്ങനെ ഉരച്ച് നമ്മൾ സ്റ്റീലിൻ്റെ കയ്യിലാകുമ്പോൾ കുഴപ്പമില്ല, നമ്മൾ ഈ ചിരട്ട കയ്യിലൊക്കെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പിടിക്കും. പിന്നെ നല്ല പുള്ളി കുറഞ്ഞ നല്ല കട്ട തൈര് 2 ടീസ്പൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും എടുത്ത് നന്നായി ഇളക്കി വരുമ്പോൾ നമുക്കൊരു പിടി മല്ലിയില പുതിനയില ഇടാം കേട്ടോ. എൻ്റെ കയ്യിൽ പുതിനയില ഇല്ല, മല്ലിയില മാത്രം ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ മല്ലിയില മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് മല്ലിയിലും പുതിനയിലും കൂടി ഇടുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. അങ്ങനെ ക്യാരറ്റൊക്കെ തിന്നാൻ വേണ്ടിയുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഈ നേരത്തെ നമുക്ക് ഞാൻ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കാം കേട്ടോ. ഗ്രീൻ പീസോ ബീൻസോ അതൊക്കെ ഈ ഒരു മസാലയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. കുട്ടികൾ കഴിക്കുന്നുണ്ടെങ്കിൽ ടേസ്റ്റാണ്. അപ്പോൾ നന്നായി ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മസാല കാണുമ്പോഴല്ല അറിയാമല്ലോ. അപ്പോൾ ആ നേരത്തായിട്ട് ഞാൻ കോഴിമുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നിടത്ത് അപ്പുറത്ത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് സെറ്റ് ആയിരിക്കും. അത് തൊണ്ട് പൊളിച്ച് നമുക്ക് ഇതിലേക്ക് ഇടണം കേട്ടോ. ഒരു 7 കോഴിമുട്ടകളെ തോന്നുന്നു ഞങ്ങൾ പുഴുങ്ങാൻ വെച്ചത്. 2 ഞങ്ങൾക്ക് ഉച്ചത്തേക്ക് കഴിക്കാനുള്ളതാട്ടോ. എനിക്ക് തന്നെ വേണം. ബിരിയാണി ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. ഉപ്പൊക്കെ കറക്റ്റാണോ ഒന്നും ഞാൻ നോക്കണുണ്ട് കേട്ടോ. കണ്ട മല്ലിയില ഇട്ട് കൊടുത്തിട്ട് ഇപ്പോഴാണ് ഞാൻ മല്ലിയില ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മുടെ ആ മസാല കാണുമ്പോഴല്ലോ കറക്റ്റ് നന്നായി വാടി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം മസാലയ്ക്ക് മാത്രമായിട്ടാണ് ഞാൻ ഉപ്പിട്ടിടുന്നത്. പിന്നെ കുറച്ചൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് നമ്മളൊരു 5 കോഴിമുട്ട ഇട്ട് കൊടുത്തിട്ട് ഞാൻ കോഴിമുട്ട ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിലിട്ട് നന്നായി ഒന്നിനെ
വാട്ടിയെടുക്കണം കേട്ടോ. ചിലർക്ക് ചോറ് വേവിക്കുമ്പോൾ ഈ കോഴിമുട്ട ഇട്ടിട്ട് നമുക്ക് ചോറ് വേവിക്കണം, മുട്ടയ്ക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല. ചിലപ്പോൾ ഒരുപാട് ഇങ്ങനെ ഭയങ്കര ബലമായി മാറും കോഴിമുട്ട. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ കോഴിമുട്ട ഈ മസാലയിട്ട് 4 ഇളക്കിളക്കിയതിന് ശേഷം കോഴിമുട്ട ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇഷ്ടം വെച്ചാൽ അതുപോലെ ചെയ്യട്ടെ. നമുക്കതിന് കുക്കറിലിട്ട് വിസിലടിപ്പിക്കുന്നത് കുഴപ്പമില്ലെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാം കേട്ടോ. കോഴിമുട്ട അതിൽ കിടന്നോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചു. പിന്നെ നമ്മൾ കഴുകി അരമണിക്കൂർ കുതിർത്തിയ അരി അത് നമ്മൾ വെള്ളം വാർന്നതാണ് കേട്ടോ. അതിട്ടിട്ട് ജസ്റ്റ് ആ മസാലയിലിട്ട് നമുക്കൊന്ന് ഒരു 5 മിനിറ്റോളത്തോളം നമുക്കൊന്ന് വറുത്തെടുക്കണ്ട. 5 മിനിറ്റ് ഒന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ആ മസാല ഒക്കെ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് ആ ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത്. ചൂടുവെള്ളം ഒഴിച്ചു. പിന്നെ നമുക്ക് ഇനി ചെയ്യേണ്ടത് ഇതിലേക്ക് കറക്റ്റ് പാകം നോക്കിയിട്ട് ഉപ്പിടുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ചോറ് ഊറ്റിയെടുക്കുന്നതല്ല, വറ്റിച്ചെടുക്കുന്നതാകുമ്പോൾ ഒരു പൊടിക്ക് ഉപ്പ് മുൻതൂക്കം നിൽക്കണം. ഒരു പൊടിക്ക് നിൽക്കാൻ പാടില്ല കേട്ടോ. ഉപ്പ് കൂടാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ അച്ചാറിന് സലാഡൊക്കെ കൂട്ടി കഴിക്കണമല്ലോ, അപ്പോൾ ഒരുപാട് ഉപ്പ് ആവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ തിളച്ച വെള്ളമായ കാര്യം പെട്ടെന്ന് തന്നെ ബിരിയാണിയുടെ ഇതൊക്കെ തിളച്ചു. പിന്നെ ഒരു പകുതി മുടി നാരങ്ങ നീരാണ് കേട്ടോ ഞാൻ പൊഴിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ചോറിങ്ങനെ വെന്ത് ഉടഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മളത് അടച്ചു. ഒരൊറ്റ വിസിൽ കേട്ടോ, അതിന് കൂടുതൽ വേണ്ട. ഒരൊറ്റ വിസിൽ അടിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ആ വിസിൽ കളഞ്ഞിട്ട് നമുക്ക് തുറന്നാൽ കറക്റ്റ് നമ്മുടെ ബിരിയാണി സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടതിന് ശേഷം നോക്കിയപ്പോൾ ഇന്നലത്തെ അടയുടെ 2 പീസ് ബാക്കി കേട്ടോ. ഇതിപ്പോൾ ഒരു എണ്ണയുടെ അയച്ചില്ലേ, ഇനി ഒരു തുണ്ട് പീസ് ഞാനും കഴിച്ചിട്ട് ആ ഇലയിലുണ്ടായിരുന്നു അത് കേട്ടോ. അപ്പോൾ ഇന്നൊക്കെ ആയപ്പോൾ കൂടുതൽ ടേസ്റ്റ് ചെയ്യുക. ആ ശർക്കര നീരൊക്കെ ഗോതമ്പടയിൽ ഇങ്ങനെ പിടിച്ച് വന്നപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടി കേട്ടോ. പിന്നെ അതിനായിട്ട് എന്താ ചെയ്യുന്നത്, അതിനായിട്ട് സലാഡ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് സലാഡ് ഉണ്ടാക്കുന്നുണ്ട് കണ്ട. ഒരൊറ്റ വിസിലടിച്ച് കഴിയുമ്പോഴേക്കും ഞാൻ അത് ഓഫ് ചെയ്യാൻ വെന്തിട്ടാ. അപ്പോഴേക്കും നമ്മുടെ കുണുക്കുമ്പോൾ അത് ഏണിച്ച് വന്നിട്ട് കുണുക്കുമ്പോൾ ഏണിച്ചെന്ന് ഓടി വന്ന് ആരടക്കലേക്ക് അവനെ കെട്ടിപ്പിടിക്കുന്നത് കാണണം കേട്ടോ. അപ്പോൾ അവരെന്നെ രാവിലെ തന്നെ ഒന്ന് ഹാപ്പിയാക്കാൻ നമ്മളെടുത്ത് 2 കറക്കും ഒരു ഉമ്മയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരും ഹാപ്പി ആയിട്ട്. അല്ലെങ്കിൽ ഏണിച്ച് വന്ന് ഞങ്ങളിപ്പോൾ അവർ ഏണിച്ചതൊന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെച്ച് 1-2 തിരിപ്പിക്കും കേട്ടോ. അപ്പം എന്താ വെച്ചാൽ അവരൊന്ന് മനസ്സ് സെറ്റായി കിട്ടുമല്ലോ. പക്ഷെ നമുക്കാണെങ്കിലോ അതൊന്നും അടുക്കളയിൽ തിക്കും തിരക്കും ആയിരിക്കും ആ സമയത്ത് വന്നാലും നമ്മൾ പരമാവധി അവരെ ഇഷ്ടങ്ങൾക്ക് നിൽക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ കുണുക്കമ്മോന് ഇത് ദോശയും സാമ്പാറും ചട്നിയാണ് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതിനോട് പറഞ്ഞാൽ അമ്മ നല്ല മുരിയിച്ചിട്ട് കാരണം കുറച്ച് ദോശ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കുണുക്കമ്മോനുള്ള ദോശ ചുട്ടെടുക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് ആർക്കും വേണ്ട, കുണിക്കുമ്പോഴേക്കാണെങ്കിൽ രാവിലേക്ക് പ്രത്യേകിച്ച് കഞ്ഞി അങ്ങനെ എന്തെങ്കിലും വേണ്ട കേട്ടോ. പക്ഷേ ഇന്ന് ബിരിയാണി അങ്ങനെ കഞ്ഞിയില്ല. പക്ഷേ ഇന്നലത്തെ ചോറ് തിളപ്പിച്ച് ഊറ്റിയതാണ് ആ വാട്ടർ ബോട്ടിൻ്റെ തൊട്ടപ്പുറത്തെ കലത്തിരിക്കുന്നത്. ഓൾറെഡി കുഞ്ഞൊരു കലത്തിലാണ് ഞങ്ങൾ ഭക്ഷണം വെക്കുന്നത്. പൊന്നു വരുന്നാലോ വെച്ചിട്ട് ആ പൊന്നു വരാത്തതിൻ്റെ ചോറാണ് ഞങ്ങൾക്ക് ബാക്കി വന്നത് കണ്ട. ബിരിയാണിയുടെ വിസിൽ ഞാൻ കുറച്ച് ഒരു 5 മിനിറ്റൊക്കെ ആയപ്പോൾ ഞാൻ അങ്ങനെ വിസിൽ പൊക്കി കളഞ്ഞു. ഇനി ഒരു 2-3 സെക്കൻഡ് ആണെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് പതുക്കെ നമുക്ക് തുറക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിസിൽ എത്ര ഉള്ളത് അത് കളഞ്ഞിട്ട് തുറന്നോട്ടെ. അപ്പോൾ കറക്റ്റ് ഭാഗമായിരിക്കും. അങ്ങനെ നമ്മൾ ആദ്യത്തെ ദോശ ചുട്ടെടുത്ത് രണ്ടാമത്തെ ദോശ നമ്മൾ ചുടാൻ വേണ്ടിയിട്ടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ ബിരിയാണി തുറക്കാൻ പോവുകയാണ്. നോക്കി നോക്കട്ടെ, ബിരിയാണി കറക്റ്റ് ഞാനൊരു വിസിൽ തരി കൂടി ഉണ്ട് കേട്ടോ. അതിങ്ങനെ കളഞ്ഞിട്ടാണ് തുറക്കുന്നത് കേട്ടോ. കണ്ട എയർ അല്ലെങ്കിൽ തുറക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മേത്തിക്ക് എൻ്റെ ആവി തെറിക്കും കണ്ട. കറക്റ്റ് നിങ്ങൾ നോക്കി ആ ബിരിയാണി കാണുമ്പോൾ നിങ്ങൾക്കേ അറിയാലോ അതിങ്ങനെ അടിപിടിക്കൊന്നുമില്ല. കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണ്, എല്ലാം കറക്റ്റ് പെർഫെക്റ്റ് ഓക്കെയാണ് കേട്ടോ. ആ റൈസിൻ്റെ വേവും കാര്യങ്ങളും ഒക്കെ അത്രയും പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. നോക്കി ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടത് കണ്ട. ഓ ആ സമയത്ത് എന്തോരം നല്ല സ്മെല്ലാന്ന് പറയും. നമ്മൾ ആ നെയ്യിൻ്റെയും ആ ബിരിയാണി മസാലയുടെയും ഇങ്ങനെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവരുടെ മനസ്സിന് ഭയങ്കര സന്തോഷമായിരിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്. നമുക്ക് അതിന് മാത്രം സമയമൊന്നും പോകണില്ല. ആ ഒരു അരമണിക്കൂറാണെങ്കിൽ ഉണ്ടാക്കാല്ലേ ചേട്ടാ. ഇത്ര കുറച്ച് ഹെൽപ്പറേയും കൂട്ടിയിട്ട് അല്ലെങ്കിൽ 10 മിനിറ്റ് വേണ്ടല്ലോ ഉണ്ടാക്കാൻ. 10 മിനിറ്റ് വേണ്ടോ? പിന്നെ ഹെൽപ്പറുടെ പണി ഒരു 20 മിനിറ്റ് തികയുള്ള ഒരു 3-4 സവാള 2 തക്കാളി കുറച്ചല്ലേ ഇഞ്ചി വെള്ളത്തിന് വേണ്ടി വന്നുള്ളൂ. എന്താ വെച്ചാൽ നമുക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികളോട് അമ്മമാരോടാ പറയേണ്ടത് ഇതുണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ നമ്മളത് ഉണ്ടാക്കി അവരെ ചോറ്റും പാത്രത്തിൽ ബിരിയാണി ഇട്ടുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന സന്തോഷം ചേട്ടാ
അത് അത് നമുക്ക് കുട്ടിക്കാലത്തൊന്നും ഈ ഒരു ഭാഗ്യമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നമുക്ക് എന്നാലും സ്കൂളിലൊക്കെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കൊണ്ടുപോകാൻ എല്ലാ കുട്ടികൾക്കും ഇഷ്ടം തന്നെയാണ് കേട്ടോ. അപ്പം ഈ കുണക്കിന് ഇന്ന് കഴിഞ്ഞ ആഴ്ചയിലേക്ക് അതിന് 2 സ്കൂൾ തുറന്ന് പിറ്റേ ദിവസം ചോറുണ്ട്, അതിൻ്റെ പിറ്റേ ദിവസം ചോറ്, അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ തക്കാളി ചോറ് ഉണ്ടാക്കി കൊടുത്തേച്ചു കേട്ടോ. അപ്പോൾ കുണിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇന്നിപ്പോൾ തിങ്കളും ചൊവ്വയൊക്കെ ചോറായിരുന്നു. ബുധനാഴ്ച ഞാൻ എഗ് ബിരിയാണി ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടും ഇനിയിപ്പോൾ നാളെ മറ്റേതാണ്. ഇന്നിപ്പോൾ കുണക്ക് എന്താ ഉണ്ട്, ഇന്ന് ചോറുണ്ട് ചെയ്തിട്ട് കുണക്ക് ഇന്നും നാളെയും ചോറ്. അപ്പോൾ ഓക്കെ കുണക്ക് സെറ്റായി. അങ്ങനെ നമ്മൾ ഇപ്പോൾ ബിരിയാണിക്ക് ഒരു വെളിച്ചം വന്നില്ല. അതെന്താ വെച്ചാൽ കറണ്ട് പോയിക്കായിരുന്നു. നല്ല മഴയുണ്ട്. ഇന്ന് രാവിലെ തൊട്ട് മഴ. അങ്ങനെയാണ് രാവിലെ ഞാൻ സംസാരിക്കാണ്ട് വീഡിയോ എടുക്കാൻ കാരണം. മഴ, കറണ്ട് പോവുക വരിക, ഇതായിരുന്നു ഇന്ന് രാവിലെ തൊട്ടുള്ള ഇതിട്ട്. മഴ പെയ്യുമ്പോൾ നമ്മുടെ അടുക്കളയിൽ നിന്ന് പണിയെടുക്കാനും പറ്റില്ല, സംസാരിക്കാനും പറ്റില്ല. പക്ഷെ ഇന്നൊരു വിധത്തിലൊക്കെ നിന്ന് ഞാൻ അവിടെ നിന്ന് ഉണ്ടാക്കി. എന്താ വെച്ചാൽ നമുക്ക് അപ്പുറത്തെ അടുക്കളയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതല്ലാതെ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകണം, എന്നിട്ട് വേണം ഉണ്ടാക്കണമെങ്കിൽ. അപ്പോൾ ഇരട്ടി പണി. അപ്പം നമ്മളുള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ തന്നെ നിന്ന് ഉണ്ടാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ബിരിയാണി കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ കോഴിമുട്ട എല്ലാ സ്കൂളുകളിലേക്കും കൊണ്ടുപോകാമല്ലോ, ഇറച്ചിയൊക്കെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ദോശ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചു, രണ്ടാമത്തെ ദോശയാണ് കേട്ടോ. അത് കുണുക്കനാണ് മറിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ചു അവരുടെ സന്തോഷം, അവരും ചെറുതായിട്ട് ഇതൊക്കെ ഒന്ന് കണ്ടു അറിഞ്ഞ് നമ്മൾ നിൽക്കുമ്പോഴല്ലേ ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആശാന് സന്തോഷം, ആശാനുള്ള ദോശ, അവനുള്ള ദോശ അവൻ ഉണ്ടാക്കാത്തത്. എന്നാൽ ശരി എന്ന് പറഞ്ഞു. രാവിലെ 3 ദോശ നമുക്ക് വേണ്ട കൂടുതൽ. ഒരെണ്ണം കുണിക്കുമ്പോൾക്ക് 2 കുണുക്കന് ഇത്ര വേണ്ട കേട്ടോ. അപ്പോൾ ഒരു ദോശ ഓൾറെഡി ഉണ്ടാക്കിയിട്ട് രണ്ടാമത്തെ ദോശയാണ് ഈ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ദോശ ഉണ്ടാക്കി കൊടുക്കാനും ഞാൻ ഉണ്ടാക്കിയ ദോശ ഞാൻ കഴിക്കട്ടെ അമ്മ എന്ന് വെച്ചു. അപ്പം ഞാൻ കഴിച്ചോ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഈ ദോശ അവൻ കഴിക്കാൻ അവൻ്റെ പ്ലേറ്റിൽ തന്നെ അവൻ കൊണ്ടിട്ടു. അപ്പോഴേ അതിൽ സാമ്പാറും ചട്നിയും ഒക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ 3ാമത്തെ ദോശ ചിറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ മൂപ്പർക്ക് ക്ഷമയില്ല. മൂപ്പരത് വേവുമ്പോഴേക്കും വന്നിട്ട് എടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തോ കാര്യത്തിൽ അങ്ങോട്ട് നീങ്ങുമ്പോഴേക്കും കണ്ട അവിടെ ഉണ്ടായിരുന്ന നമ്മൾ അപ്പുറത്തെ അടുക്കളയിലുണ്ടായിരുന്ന കുരുമുളകിൻ്റെ പൊടിയും ഗരം മസാല പൊടിയൊക്കെ അത് ഞാൻ കൊണ്ടുവയ്ക്കാൻ പോയ നേരം കൊണ്ടാണ് കുരുത്തക്കേട് കണ്ട. ഞാൻ കുണുക്കാന്ന് വിളിക്കട്ടെ കണ്ട. ആ ദോശ അങ്ങനെ പൊട്ടിച്ചപ്പോൾ സമാധാനമായി. പക്ഷെ നമ്മളില്ലാത്ത നേരത്തൊന്നും ഇവരെ അടുക്കളയുടെ വശത്തേക്ക് ഞാൻ കയറ്റില്ല കേട്ടോ. അത് വേറെ കാര്യം. എന്താ വെച്ചാൽ കുരുത്തക്കേടിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ എന്തെങ്കിലും അവിടെ രാവിലെ സ്കൂളിൽ പോകണ നേരത്തെ ഒരു മടി, ഒരു ശീലക്കേടൊന്നും വേണ്ട. അവൻ്റെ ഒരു ഒരു സന്തോഷമായിരിക്കും ഈ ഒരു ദോശ ഉണ്ടാക്കാൻ അമ്മേനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നുണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവനോട് നമ്മളൊന്നും ചെയ്യിപ്പിക്കാറൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഞാൻ വീഡിയോ കാണുമ്പോൾ അറിയാലോ, പ്രത്യേകിച്ച് അവർ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാനോ നിൽക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവന് കുറച്ചും കൂടി സാമ്പാർ വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി സാമ്പാറൊക്കെ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ നമ്മൾ രാവിലത്തെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞപ്പോൾ കിച്ചൺ തുടച്ചിടുക കേട്ടോ. അപ്പോൾ കുണുക്കിന് കൊണ്ടാക്കണമെങ്കിൽ മുന്നേ എനിക്ക് എൻ്റെ അടുക്കള ക്ലീൻ ആക്കണം. എന്താ വെച്ചാൽ നമ്മുടെ ഗ്യാസ് അടുപ്പിൽ പണി കഴിഞ്ഞ ശേഷം ക്ലീൻ ആക്കുകയാണെങ്കിൽ വലിയ കഷ്ടപ്പാടില്ല. പക്ഷേ നമ്മളത് കുണുക്കനും സ്കൂളൊക്കെ വിട്ടതിന് ശേഷം വരുമ്പോഴേക്കാണെങ്കിൽ അതൊക്കെ ഇരുന്ന് ഉണങ്ങി മുരിഞ്ഞ് ഒരു രൂപമാവും. അപ്പം നമുക്ക് ഇരട്ടി പണി ഇതൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ കേട്ടോ. പിന്നെ ഈ അടുക്കളയുടെ ആ വശം ഇങ്ങനെ തുടച്ച് ഓരോ വശം തുടച്ചിട്ട് മഴ പെയ്താലേ അത്തുണ്ടത്ത് മൊത്തം വെള്ളം കേട്ടോ. അപ്പോൾ അതൊക്കെ തുടച്ചെടുത്തു. പിന്നെ കുളിക്കാൻ ചൂടുവെള്ളം വെച്ചു. പിന്നെ ഇപ്പം ഇത്ര നേരം ഉണ്ടാക്കിയതിൻ്റെ കുണുക്കൻ്റെ ഫുഡ് ഉണ്ടായിരുന്നു, അതെടുത്ത് അങ്ങോട്ട് വെച്ച് പാത്രങ്ങളൊക്കെ കഴുകി സെറ്റാക്കി. ഇനി നമ്മുടെ ഉണ്ണുകൾക്കുള്ള ഫുഡ് പാത്രത്തിലാക്കണ നേരമാണ് കേട്ടോ. ഈ ഒരു നേരത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അവർക്ക് ഇഷ്ടമുള്ളൊരു ഫുഡ് അവരുടെ പാത്രത്തിലാക്കി. അപ്പം ഞാൻ കൊടുക്കാം ബിരിയാണി കേട്ടോ, കഴിച്ചോളൂ കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സന്തോഷം. അത് കേൾക്കണം നമ്മുടെ കുഞ്ഞു മക്കൾക്ക് സന്തോഷം. അപ്പം നിങ്ങൾ മറക്കരുത്, നമ്മുടെ മക്കൾക്ക് ചെറിയ സന്തോഷം നമ്മളോട് പറ്റുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിൽ ഉണ്ടാക്കി ചെയ്യാൻ കൊടുക്കാറ്. നമുക്കിപ്പോൾ ഇതിൽ ഒരുപാട് ചിലവൊന്നുമില്ല. നമ്മൾ കോഴിമുട്ട ഓൾറെഡി നമ്മുടെ വീട്ടുള്ളിലുണ്ടാവും. അങ്ങനെ ഞാൻ പിന്നെ ഈ സ്കൂളൊക്കെ തുറക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ ഞാനൊരു 2 കിലോ ബിരിയാണിയൊക്കെ എല്ലാ മാസത്തിലും ഒരു 2 കിലോ അരിയൊക്കെ മേടിച്ച് വയ്ക്കും കേട്ടോ. അങ്ങനെ സ്റ്റോക്ക് അപ്പോൾ ഓരോ ഗ്ലാസ് അരി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആഗ്രഹത്തിനായല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് നാരങ്ങച്ചാറ് ഇട്ട് കൊടുത്തു. പിന്നെ അതേ നല്ല പുളി കുറഞ്ഞ തൈരോട് സലാഡ് ഇട്ട് ഇത് നമ്മുടെ കുടിക്കുമ്പോഴൊക്കെയാണ് ഞാൻ അടുത്തതാക്കണത്. ഇതും കൂടി ആക്കിയപ്പോൾ നമ്മുടെ പാത്രത്തിൻ്റെ ബിരിയാണി നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ 2 ഗ്ലാസ് ആട്ടോ, കുറച്ചും കൂടെ ഉള്ളൂ കേട്ടോ. 2 ഗ്ലാസ് വെച്ചാൽ നമ്മൾ ചായ കുടിക്കുന്ന കപ്പുണ്ട് അവിടെ സൈഡിൽ ഈ കണ്ട ആ വെള്ളച്ചിക്കിൻ്റെ അപ്പത്ത് ചെറിയ കപ്പ്, ആ കപ്പ് കൊണ്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. ഒരു നാഴി അങ്ങനെയൊന്നുമില്ല, ചെറിയ കപ്പ്, അതുകൊണ്ട് 2 കപ്പ് കേട്ടോ. എന്താ വെച്ചാൽ
ഒരുപാട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. പിന്നെ പൊന്നും ഷേപ്പൊക്കെ കൂടിയിട്ട് ആസ്റ്ററിലേക്ക് പോയിക്കുക. അല്ലെങ്കിൽ അവർ ഉച്ചയ്ക്ക് വരും കഴിക്കാൻ കഴിക്കാൻ അവരിപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ രാത്രിക്ക് നോക്കണ്ട. അപ്പോൾ പൊന്നു പറഞ്ഞു കേട്ടോ വീട്ടിലെ മോട്ടർ കേടായി. ഇത് കഴിയുമ്പോഴേക്കും പൊന്നു വിളിച്ചു, അമ്മ ഞങ്ങളുടെ മോട്ടറൊക്കെ കേടായി എന്നുണ്ട്. അപ്പോൾ രാത്രി എന്തായാലും അവരിവിടെ വന്ന് ഇവിടെ നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി എറണാകുളത്ത് എത്തുള്ളൂ. അപ്പോൾ രാത്രി ആകുമ്പോഴേക്കും തലേദിവസം ചോറ് തിളപ്പിച്ചത് ഈ ബിരിയാണിയൊക്കെ ആയപ്പോൾ അവർ വന്ന വേഷം കഴിച്ചു കേട്ടോ പൊന്നു. എന്താ വെച്ചാൽ അവർ ഭക്ഷണം ശരിയായിട്ടുണ്ടായിരുന്നില്ല പോയിട്ട് കഴിച്ചതൊന്നും. വന്ന വേഷം അവർ വയറ് നിറയെ ഫുഡ് കഴിക്കും. ഒരു ഓട്ടപ്പാച്ചിന് കാരണമൊക്കെ കഴിഞ്ഞതേ നമ്മുടെ 2 കുട്ടിപ്പെട്ട ആളുകൾ ഇരിക്കുന്നു കേട്ടോ. സ്കൂളിൽ പോകട്ടെ കുട്ടിക്ക് ഇന്നിങ്ങനെ മുടി കെട്ടണം. അപ്പൊ ഇങ്ങനെ മുടി കെട്ടിയപ്പോ കുണുക്ക പറയുന്നത് പശുമ്പേടെ കൊമ്പ് നിൽക്കുന്നവരുണ്ടല്ലോ കുണുക്ക. ചില പശുക്കളുടെ കൊമ്പുണ്ട്. ഡോറ ഇപ്പൊ എവിടെയാണ് നമ്മൾ? ഡോറ ചായയും പത്തിരി കഴിക്കാൻ നിൽക്കാണ് ബുജി. ബുജീനൊക്കെ ജീവിത ഒരു കടി അടിച്ചെ തുണ്ട് പിടിച്ച ഞങ്ങള് വെറുതെ പറയലാട്ടോ. രാവിലെ ഒരു 10 മണിയാകുമ്പോൾ നമ്മുടെ വില്ലേജ് കേട്ടോ, പോർക്കുളം വില്ലേജ് എത്തണേക്കാൾ മുന്നേ ഒരു മരച്ചോട്ടിലൊരു കരിക്ക് വിൽക്കണ ചേച്ചി ഉണ്ട്. അതിനോട് കൂടിയിട്ടൊരു ചായക്കട ഉണ്ട് കേട്ടോ. അവിടുത്തെ ഒരു ചായയും ഒരു പത്തിരി പരിപ്പട വേറെ ലെവലാണ്. പക്ഷെ എനിക്കത് കഴിക്കാൻ പറ്റാതാണ്. ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെയാണ്. ദോശയുണ്ട്, സാമ്പാറുണ്ട്, ചോറുണ്ട്, ബിരിയാണി ഉണ്ട്. നമുക്ക് ഇതൊന്നും പറ്റില്ല. ഇന്ന് പറ്റില്ല, 4 കിട്ടിയില്ല. കിട്ടിയില്ല. പത്തിരി ചുട്ടതാട്ടാ. അപ്പൊ അത് കഴിക്കും. അതൊക്കെ ഇവിടത്തെ ചായ കുടിച്ചിട്ടുണ്ടല്ലോ, വാസുവേട്ടൻ തന്നെയാണോ പേരുള്ളത്? വാസുവേട്ടൻ്റെ ചായക്കട കേട്ടോ. നിങ്ങൾ വലിയ പ്രതീക്ഷകളോടൊന്നും വരരുത്. ഞാൻ കുതിരല്ലാണ് കേട്ടോ. അങ്ങനത്തെ പ്രതീക്ഷകളോടൊരു സാധാ നല്ലൊരു ചായ, നല്ലൊരു പത്തിരി, മഴ പെയ്യുമ്പോൾ ഇങ്ങനെ പരിപ്പട ആണെങ്കിൽ രാവിലെ നേരത്തെ ചേട്ടൻ ഉണ്ടാക്കണം. അപ്പോൾ ആ മുരിച്ചിലോട് കൂടിയിട്ട് ഇപ്പോഴൊക്കെ ഇടുമ്പോൾ കഴിക്കാം അല്ലേ. ഉച്ച തിരിഞ്ഞാൽ എനിക്ക് കറക്റ്റ് അറിയില്ല. രാവിലെയൊക്കെ ഒരു 10:30 നേരത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞുണ്ട്. പരിപ്പട തുള്ളൂറ് കഴിച്ചോട്ടെ. ഇന്നലെ ഈ ചായ കുടിക്കാന്നപ്പോ അവിടുന്ന് ചേട്ടൻ എന്താ പറഞ്ഞിട്ടാ, ഇവിടുത്തെ ചായ കുടി തുടങ്ങി നിങ്ങളുടെ ശീലം നാശാവുന്നു. ശരിയാ, നാശായി. വാസേട്ടൻ ചായ കുടിച്ചിട്ട് ഇത്ര നേരം തലവേദനയില്ലെന്നു. ഈ ചായ കുടിച്ച് കുറച്ചേക്ക് കുഴപ്പമില്ല, തലവേദന മാറും. ഈ ചായ ഭയങ്കര അഡിക്റ്റ്. എന്താണ് കാര്യം എന്ന് വെച്ചാൽ അറിയില്ല കേട്ടാ. ഈ ചായ ഉണ്ടാക്കണ ഞാൻ ആകെ എപ്പോഴെങ്കിലും ഒരു മിന്നാരെ കാണണോ. ഞാൻ തീരെ കാണാറില്ല. ഞാൻ ഇങ്ങനെ വണ്ടിയിലെല്ലാം ഇരിക്കണോ. എന്തായാലും നമ്മളെ സ്ഥിരം നല്ല പലയിടത്തുനിന്ന് ചായ കുടിച്ചിട്ട് യാത്രകളിലിട്ടാ നമ്മളെപ്പോഴെങ്കിലുമൊക്കെ ആ വഴി പോകണമെങ്കിൽ അവിടെ നിന്ന് ചായ. പക്ഷെ ആ ചായക്ക് പല സമയത്തും പല ടേസ്റ്റ് വരാറുണ്ട്. അങ്ങനെ എപ്പോൾ കുടിച്ചാലും ആ ചേട്ടൻ്റെ ഒരു കയ്പ് കണ്ണണ്ട. നമുക്കാണ് വന്ന് കുടിക്കുന്നതാ, വേറെ ആരും ഞാൻ പറഞ്ഞത് ചെക്കനെ വന്ന് കുടിക്കുന്നതാ. അപ്പം നമ്മുടെ ഈ പോർക്കുളത്തുള്ളുണ്ടെങ്കിൽ രാവിലെ കേട്ടോ, രാവിലെ ഒരു 10:30 നേരത്ത് 10:30 വരണ്ട. ഞങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ വരുമ്പോൾ പത്തിരി കഴിയും. ഈ നേരത്തെ ലാസ്റ്റ് 1-2 പത്തിരി ഉണ്ടാവും. അപ്പോഴേക്കും പത്തിരി കഴിയും. അപ്പം അത് കഴിഞ്ഞിട്ട് വന്നാൽ 10:45 കൂടി വന്നാൽ മതി. ഞങ്ങൾ ഉണ്ടാവും ഉണ്ടാക്കി നേരെ കിട്ടാൻ വേണ്ട കേട്ടാ. ഈ മഴക്കാലൊക്കെ പരിപ്പഴണ്ടോ കഴിച്ചോ?
രസമെന്ന് പറയാം, ഭയങ്കര ടേസ്റ്റ്. ഏറ്റവും വലിയ ഹോട്ടലിൽ കയറിയ പോലെ ഈ ഒരു ടേസ്റ്റ് കിട്ടും രാവിലത്തെ അല്ലേ. നല്ല ചായ നല്ല അരിപ്പത്തിരി ചായ ചുട്ട പത്തിരി. ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇച്ചിരി 2 കോഴിമുട്ട പിടിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇടയ്ക്ക് ഓരോന്ന്. സാമ്പാറും ചപ്പാത്തി ഉച്ചത്തെ ഫുഡ് കേട്ടോ. അത് ഉപ്പേരിക്ക് നീ നോക്കണ നേന്ത്രപ്പഴം 2 മേടിക്കേണ്ടി വരും കേട്ടോ. 2 മതി, നമുക്ക് അധികം വേണ്ട. കൊടുക്കുമ്പോൾ സ്കൂൾ ടൈം പഴംപൊരിയാണ് ചോദിച്ചു. സ്കൂൾ ടൈം ദോശ. അങ്ങനത്തെ അവർ സ്കൂളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം വന്നു. ഞങ്ങൾ ചായ കുടിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ വീട് ക്ലീനിങ്ങിലാണ് കേട്ടോ. അത് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എല്ലാ റൂമിലും കിടക്കി കുടഞ്ഞ് വിരിച്ചു, സെറ്റിയൊക്കെ കുടഞ്ഞു, മേശപ്പുറമൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം എന്താ ഞാൻ അകം വരെ അടിച്ചു വരണം കേട്ടോ. അപ്പോൾ ഈ വാതിൽ തന്നെ വന്ന് അടയണത് കേട്ടോ. അത് എന്തുകൊണ്ടാണ് വെച്ചാൽ അതിനായിട്ട് ഇപ്പോൾ എല്ലാ വാതിലിൻ്റെയും ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു, ഓയിൽ കൊടുത്തു. അപ്പോൾ വാതിലൊക്കെ നല്ല സ്മൂത്തായി ഇങ്ങനെ പിടിച്ച് കൈ വിട്ട് കഴിഞ്ഞാൽ അതാ വരുന്ന ഒരു വരവ്. ഇപ്പം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒരു കൊട്ട തുണി മടക്കാൻ കിടക്കുന്നുണ്ട്. നമുക്ക് എന്ത് പണി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പം കുറേ ആൾക്കാർ നമ്മുടെ കയ്യിൽ കമൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉണ്ണോളേനെ സ്കൂൾ വണ്ടിയിൽ കയറ്റിവിട്ടൂടെ, എന്നാലും നിങ്ങൾ സ്കൂൾ വണ്ടിയിൽ പോകാനുള്ള ദൂരമൊന്നുമില്ല. ജസ്റ്റ് 5 മിനിറ്റ് പോലും ഇല്ല സ്കൂളിലേക്ക് നടക്കാൻ, 5 മിനിറ്റ് പോലും ഇല്ലേ നടക്കാൻ. പക്ഷേ നമ്മൾ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം വരെ നടന്നുകൊണ്ടൊക്കെ ഉണ്ണോൾ ഓടിയിട്ട് വീണു. അതിന് ശേഷം എന്നിട്ട് കാർ എടുക്കുന്നത്. ആദ്യമൊക്കെ ഞങ്ങൾ നടന്നിട്ട് ഞങ്ങൾ അവരെ കൊണ്ടാക്കിയിരുന്നിട്ട്, അതുകൊണ്ടാണ് കാർ എടുക്കുന്നത്. പിന്നെ ഞങ്ങൾക്കൊരു സമാധാനം അവരെ പോയി കൊണ്ടുവന്നു അവരെ കാണുമ്പോഴൊക്കെ പിന്നെ ട്യൂഷനും ഉണ്ടാക്കുക. എനിക്ക് തോന്നുന്നു പൊന്നിനും കുഞ്ഞിനൊക്കെ പണ്ടൊന്നും ട്യൂഷനോ കാര്യങ്ങളോ വിടാൻ പറ്റിയിരുന്നില്ല. എന്ന് വെച്ചാൽ ആരുമില്ല കൊണ്ടാക്കാനും കൊണ്ടുവരാനും ഒന്നും ആരുമില്ലാത്തൊരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അന്യമായിട്ടുള്ള കാരണം എൻ്റെ മക്കളുടെ കാര്യങ്ങൾ നോക്കാൻ അന്യമായിട്ടും കൂടി ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ അന്യമായിട്ട് ഗൾഫിലാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് ഒന്ന് കൊണ്ടുവരാൻ പോകാനോ പിടിക്കാനോ ഒന്നും ആരുമില്ലാണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ വീടിൻ്റെ വഴിയിലൊക്കെ നിറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ആയി. ആ കാരണം അത്ര പേടിക്കില്ല കേട്ടോ. പിന്നെ ഞങ്ങളതേ ഉച്ചത്തേക്കുള്ള ഫുഡിന് ഞങ്ങൾ സലാഡ് ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കുംബർ, 2 കുഞ്ഞ് ക്യാരറ്റ്, എന്താ വെച്ചാൽ ഒരു ചപ്പാത്തി കഴിക്കണം. വിശപ്പ് മാറണ്ടേ, ഉച്ചകഴിഞ്ഞ് രാത്രിക്കുള്ള ഫുഡുള്ളൂ. അപ്പോൾ 2 ചെറിയ ക്യാരറ്റ് എടുത്തു, നന്നായി ഇങ്ങനെ കുഞ്ഞിതാക്കി കൊത്തിയരിയണം കേട്ടോ. സത്യം പറഞ്ഞാൽ അടിച്ചോടൊക്കെ കഴിഞ്ഞപ്പോൾ വിശന്ന് അങ്ങോട്ട് തല ഇറങ്ങി. തുടയ്ക്കണ പരിപാടി അന്വേഷണം. ഇന്ന് വീടടിച്ചു തുടച്ച് ഈ വീഡിയോയിൽ ഞാൻ അടിച്ചോടിട്ട് 2 തുടച്ചുവിട്ടാൽ. ഇന്നിപ്പോൾ അന്വേഷണം കാറ് കഴുകാനുള്ള ഞാൻ അടിച്ചുടച്ചുവിട്ടാൽ. പിന്നെ നമ്മൾ ചെറിയൊരു തക്കാളി എടുത്തു. പിന്നെ നമുക്ക് ആപ്പിൾ, ഫ്രൂട്ട്സിൽ നമുക്ക് ആപ്പിൾ കഴിക്കണോണ്ട് കുഴപ്പമില്ല. തടി കുറയ്ക്കാൻ പറ്റിയൊരു ഫ്രൂട്ടാണ് ആപ്പിൾ കേട്ടോ. എന്നോട് ഡയറ്റിങ്ങിന് കഴിക്കാൻ പാടാത്ത ഇത് പറഞ്ഞാൽ മാമ്പഴം കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടം മാമ്പഴം. പക്ഷേ ഞാനിപ്പോൾ 1 കിലോ മാമ്പഴമൊക്കെ മേടിച്ചിട്ട് ഇടയ്ക്ക് കഴിക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഈ മാമ്പഴക്കാലത്തല്ലേ നമുക്കത് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ കുറേ കണ്ണടച്ചിപ്പോൾ കഴിക്കുന്നുണ്ട്. മാമ്പഴം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ഈ ആപ്പിളൊക്കെ കുഞ്ഞിതാക്കി അതിന് തേനും കുരുമുളക് പൊടിയും ചെറുനാരങ്ങ പിഴിയാനും വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, നമുക്ക് ശരീരത്തിൽ കുറച്ച് തൈരും കാര്യങ്ങളും നല്ലത്. അപ്പം നല്ല കട്ട തൈര് കുറച്ചിട്ടു, കുറച്ച് ഉപ്പിട്ടു, 2 പച്ചമുളക്, നല്ല ഏറ്റവുമുള്ള 2 പച്ചമുളക് ഇങ്ങനെ കുഞ്ഞുനാന്ന് അരിഞ്ഞ് അതും ഇട്ട് കൊടുത്തു വിട്ടാൽ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ കഴിക്കാൻ. കണ്ട ഈ തൈരും ഈ ഒരു പുളിയും പിന്നെ ആപ്പിളിൻ്റെ ഒരു മധുരവും എരിവും ഉപ്പൊക്കെ ആകുമ്പോൾ കൂടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സലാഡ്. പിന്നെ നമ്മൾ 3 ചപ്പാത്തി കേട്ടോ ചൂടുന്നത്. അന്വേട്ടന് 3 അല്ല 3 എത്രയാണ് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. എനിക്ക് മറന്നു. മിഞ്ഞാന്ന് 3 ചപ്പാത്തി തന്നെയാണ്, 1 ചപ്പാത്തി ഇരിക്കുന്നുണ്ട്. ഇന്നലെ 2 ചപ്പാത്തി തന്നെയാണ്, 1 ചപ്പാത്തി എനിക്കാണ് തോന്നുന്നു. ഞാൻ ഇന്നലെ വെട്ടി ചുരുക്കിയിട്ടുണ്ട് അതിൻ്റെ ഭക്ഷണം കൊടുക്കണേൽ കേട്ടോ. ഇപ്പോൾ ചൂടുമ്പോൾ കറക്റ്റ് സത്യത്തിൽ അറിയുള്ളൂ. ഞാൻ 1 ചപ്പാത്തി കഴിച്ചുള്ളൂ. അതിനായിട്ട് എത്ര കഴിച്ചെന്ന് എനിക്ക് അറിയണില്ല. ഒരെണ്ണം തന്നെയാണ് 3, അതായത് ഒരെണ്ണം ഞാനും 2 അന്വേട്ടം കേട്ടോ. അതായത് 2 ചപ്പാത്തിയും കുറച്ച് സാമ്പാറും അതിൻ്റെ കഷ്ണങ്ങളും പിന്നെ ഒരു ബുൾസയും കുറച്ച് സലാഡും. കുറച്ചും കൂടെ ഒന്നുമില്ല, ഈ അടക്കള എനിക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ തുണി മടക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളു. എനിക്ക് വീഡിയോ എഡിറ്റ് 10 നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ടൈം ഉണ്ട് അല്ലേ? 2 മണിക്കൂറുണ്ട്. റെസ്റ്റിനൊന്നും പറയാനുള്ളതൊന്നും ഇല്ല കേട്ടാ.
റസ്റ്റ് എന്ന് പറയണില്ല അല്ലേ? അപ്പൊ അങ്ങോട്ട് എടുത്തോ കൂടെ കോഴിമുട്ട തരാൻ പാടില്ല. ഒരു കോഴിമുട്ട കഴിക്കൽ കഴിഞ്ഞാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ അങ്ങനെ ഇത് ഉള്ളതുകൊണ്ട് ഓണമെന്ന് പറഞ്ഞാൽ ഞാനും ഒരു കോഴിമുട്ടയും കുറച്ച് സാമ്പാറും സലാഡും ഒരു കോഴിമുട്ട പുഴിയതും കൂടിയിട്ട് ഞാനും ഉച്ചയ്ക്ക് കഴിക്കാം കേട്ടോ. പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സാമ്പാർ. അതാണ് ഞാനും രണ്ട് പറയണത്. എന്ത് ടേസ്റ്റാല്ലേ, നല്ല രസമാണ് സാമ്പാറെന്ന്. അടിപൊളി സാമ്പാറായിരുന്നില്ല ഉണക്കാൻ നമ്മൾ മിഞ്ഞാന്നുണ്ടാക്കിയ സാമ്പാർ. അവനെ കുണുക്കനല്ല ഇവിടെ കുടിക്കുക. സാമ്പാറിൻ്റെ കാര്യം പറഞ്ഞാൽ കുടിക്കായിരുന്നു സാമ്പാറും പിന്നെന്താ ചോറും. രണ്ടാളും മേല് നനച്ച് വന്നിട്ടുണ്ട്. എന്നേട്ടാ എന്താ കുറേ ദിവസത്തിന് ശേഷം ഞങ്ങൾ മീൻകറി ഉണ്ടായിട്ട് അന്ന് ആ കടലിൽ അത് പോയതിൻ്റെ ശേഷം പിടിക്കാനായിരുന്നെ മീൻകറിയോ കാര്യങ്ങളോ ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇന്നാണ് മീൻകറി വെക്കുന്നത്. മീൻകറിയുടെ മണം ഉണ്ടല്ലോ. എന്താ കാര്യം, മീൻകറിയുടെ മണം ചോറ് കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് ചോറ് വെച്ചേരണേ വേണ്ട, ഷുഗറേ കുറച്ചുണ്ട്. അപ്പം ഞാൻ അത് കുറഞ്ഞോട്ടെ വെച്ചിട്ടാണ്. ചപ്പാത്തിയാ അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടി കഴിക്കാല്ലേ. നല്ല അതിലായിട്ട് തോന്നുന്നല്ല, നല്ല കറിയുടെ മണം കേട്ടാ അറിയാലോ. കറിയുടെ മണം കേട്ടാ അറിയാലോ. കൂട്ടി നോക്കണ്ടല്ലോ. സൂപ്പറാണ്. ഓരോന്ന് കറക്റ്റ് സമയത്ത് കഴിച്ചില്ലെങ്കിൽ അത് ഭയങ്കര നിരാശയും കേട്ടല്ലേ. അല്ല ചോറും മീൻകറിയൊക്കെ കഴിച്ചിട്ടേ ഇപ്പൊ എന്താ ചെയ്യും. കുറച്ച് മുതലപ്പേരി വെച്ചോ മീൻ മസാല പറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുണുക്കാൻ ഹാപ്പിയാവും. അപ്പൊ ഈ കുണുക്കെ കണ്ടിട്ടില്ല, കുണുക്ക അറിഞ്ഞിട്ടില്ല. കുണുക്കുന്ന സാധനം കാട്ടി കൊടുക്കാട്ടോ. കുട്ടക്ക നോക്കിയ ചട്ടിയിൽ എന്താണ് മീൻ കൊതിന. കുട്ടിക്കാലത്തൊട്ടെ ഒരു കുട്ടികൾക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവില്ല ഒരു മീൻകാരോട്. ഇവര് വേണ്ടിട്ട് ഞങ്ങളിവിടെ മീൻ മേടിക്കുന്നു. ആ റൂമിൽ ചേച്ചി ചേട്ടനൊക്കെ അവനെ പൊന്നിന്റെ റൂം കഴിഞ്ഞിട്ട് അതിന്റെ ഇന്നലോട്ട് കിടക്കാനായിട്ട് ഇന്നലെ രാത്രി അപ്പൊ ഞാൻ പറഞ്ഞു നീ എന്താ വേടാ, നീ ആ റൂമിലെ ഞാൻ കൊണ്ടാക്കാം. അയ്യേക്ക് പേടി എത്ര ആദ്യം പറയാ ഏസി വേണ്ട. മൂത്രക്കിടക്കിയാലും മുള്ളിയാലും പേടിച്ചു പുള്ളിയാലും ഞാൻ കോരാൻ പറ്റിയാട്ടാ. പേടിച്ചിട്ട് വയ്ക്കണ കാര്യം പറഞ്ഞേ. നീ ഒന്നും ഉറങ്ങിട്ട് അച്ഛനമ്മ കണ്ടില്ലെങ്കിൽ നീ പേടിക്കില്ലേ? എനിക്കറിയാലോ ആ സത്യാവസ്ഥ നമ്മളാണല്ലോ. മനുഷ്യൻ നിങ്ങളൊരു കാര്യം ചോദിച്ചില്ല, വെള്ളം കുടിക്കാൻ ചാവണ നേരത്തെ ഇവരോടൊക്കെ വെള്ളം ചോദിച്ചാ ഞാൻ ചോദിച്ചാലാ. ഇന്നിപ്പോ ചോറില്ലേ മീൻകറിക്ക് എന്താ ചെയ്യാ? എന്തിനോട്ട് കഴിക്കും മീൻകറി? ചോറൊക്കെ കഴിഞ്ഞു. ചോറ് മീൻകറി ആവാം. നമ്മുടെ കാർത്തും വന്നിട്ട് ഹായ് പറയോ. മീൻകറി മക്ക വരുന്നു. അടുത്ത ആളുടെ മീൻകറിയുടെ ആൾക്കാരുടെ വരുന്നു. ആൾക്കാർ കൊള്ളൊന്നുമില്ല. നക്ക് നക്ക് മീൻകറി ഭയങ്കര ഇഷ്ടം കുട്ടികൾക്ക്. എന്താണെന്നറിയില്ല ഈ പ്രായത്തിലേക്കൊന്നുമില്ല. എല്ലാ കുട്ടികൾക്കും മീൻകറി ഇഷ്ടപ്പെടില്ല. ഇവിടെ കുളിക്കലും കുളിക്കും. മീൻകറി ഭയങ്കര ഇഷ്ടമായിരിക്കും. ആ ചീതാണി ഇതൊക്കെ വണ്ടിയൊക്കെ പോട്ടെ, വണ്ടി പാർക്ക് ചെയ്യാൻ ഭയങ്കര കൊടുക്ക. നമ്മുടെ മഹാലക്ഷ്മി മോടത്തുണ്ടോടാ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടാ ഞാൻ കാണിച്ചാലോ. വാ കമോൺ കാറ്റ് ഹായ് പറയാം. അതാ
കൊമ്പാണ്ടി ഇത് കൊമ്പത്തെ പോയ എത്തണ്ടേ ഹായ് പറയേ ഹായ് പറയും പറഞ്ഞോടത്ത് ധാരാ കൊടുക്കാത്തോ ധാരാ അപ്പ ഇതോ അമ്മമ്മ ഇതോ എന്തൊരു കൂട്ടിനും ചൂടാട്ടെ അപ്പ പോയിച്ച മീൻകറി ഇപ്പൊ പായസം നോക്കണം നക്കിക്കൊണ്ടിരിക്കുന്നു തുള്ളി കുട്ടി കൊടുക്കട്ടാ നല്ല എരിവുള്ള മീൻകറി കേട്ടോ മിളകും പൊടി ഒരു 4-3 ടീസ്പൂൺ ഉണ്ട് ഒരു 5-6 ഉണ്ടമുളക് വേണാ അപ്പാപ്പിക്ക് നമ്മളൊക്കെ അപ്പ അല്ല ഉപരി പറഞ്ഞ അയ്യോ ഉറപ്പിലാവൂലോ ഇത് പുതിയമാരാ പ്ലേറ്റിൽ വെച്ച് തരാട്ടാ എങ്ങനെയുണ്ട് മീൻകറി എങ്ങനെയുണ്ട് വേണ സൂപ്പർ പറയും അവരോട് പറഞ്ഞ മീൻകറി ഉണ്ട് സൂപ്പർ അറിയും സൂപ്പർ ഞാൻ ഉണ്ടാക്കണം മീൻകറി ഇത്ര അടിപൊളിയായിരുന്നു നിങ്ങൾക്ക് ഇനി എന്ത് തെളിവ വേണ്ട ഇതിനൊരു തെളിവ് വേണ കള്ള മനസ്സിൽ പിള്ള മനസ്സിൽ കള്ളലായിരുന്നാ അടുത്ത പിള്ള വന്നിക്കുന്നു ദൈവമേ ആ മീൻ ചട്ടി ആളുണ്ടെങ്കിൽ അവിടെ പോയി സമാധാനം മീൻ അല്ലേട്ടാ ചൂടിന്റെ അപ്പൊ ഒരു പാത്രത്തിൽ ഒഴിച്ചു തരാടാ കൈകൊള്ളല്ലേ അയ്യോ എന്റെ മീൻകറിക്കാണ് കൈ പൊള്ളിയാലും കുഴപ്പമില്ലാന്ന് അത്ര അടിപൊളിയമ്മ ഉണ്ടാക്കി മീൻകറി എനിക്കെന്നെ കൊതിയാവും പ്ലേറ്റിൽ ഒഴിച്ചു തരാം ഇതാക്കിയിട്ട് കൊടുത്തു അതോട്ട്